ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എത്ര വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലും ദൈവം വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ അതിനൊക്കെ മുന്നേ ആയിട്ട് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. കണ്ണുകളടച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്പോൺസേഴ്സിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഞങ്ങളുടെ എലൈറ്റ് സ്പോൺസർ പാലാരിവട്ടത്തിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ നല്ല ആരോഗ്യത്തിനും അനുഗ്രഹത്തിനുമായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി മക്കൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസർ പഞ്ചാബിൽ നിന്ന് ആനീസ് ജോസ് കൊട്ടാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ കർത്താവെ. ബ്രദർ ജോസ് കൊട്ടാരത്തിന് കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ ജോബിൻ കൊട്ടാരത്തിനും ജസ്റ്റിൻ കൊട്ടാരത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം അവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ. അത്ഭുതകരമായി ദൈവത്തിൻ്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ എപ്പിസോഡ് എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ഹരിപ്പാട് ഒക്ടോബർ 11 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. റോള ഓഡിറ്റോറിയം, തെക്കേ നട, ഹരിപ്പാട്. ഒക്ടോബർ 12 ശനിയാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത്. ബ്രദർ ഡാമിൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചന പ്രഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. In Jesus there is a life. യേശു കർത്താവിൽ ജീവനുണ്ട്. And that life is being spread here today. ഈ സമയത്ത് ആ ജീവൻ ഇവിടെ വ്യാപരിക്കുകയാണ്. And in that life is a light for all mankind. ഈ ആ ജീവനകത്ത് സകല മാനവ വംശത്തിനുമുള്ള വെളിച്ചം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. If you want light into your life, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വേണമെങ്കിൽ receive that life of Jesus into your life. യേശുവിന്റെ ജീവനെ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. And when the life of Jesus enters you, യേശുവിന്റെ ജീവൻ നിങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ the darkness will go out. അന്ധകാരം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. The darkness will leave. അന്ധകാരം ഓടിപ്പോകും. Because the verse says, ആ വചനം പറയുന്നു, John chapter 1 verse 5 says, യോഹന്നാൻ 1:5 പറയുന്നു, the light shines in the darkness. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. The light does not shine in the light. യേശുവിന്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. The light does not shine in the light. ലൈറ്റ് ഒരിക്കലും വെളിച്ചത്തിലല്ല പ്രകാശിക്കുന്നത്. The light shines in the darkness. വെളിച്ചം പ്രകാശിക്കുന്ന അന്ധകാരത്തിനുള്ളിലാണ്. So if you have darkness inside you, നിങ്ങളുടെ അകത്ത് അന്ധകാരമുണ്ടെങ്കിൽ this light is going to shine in that darkness. ആ അന്ധകാരത്തിന് നടുവിൽ നിന്റെ ദൈവിക വെളിച്ചം പ്രകാശിക്കാൻ പോകുന്നു. And it says that darkness cannot overcome the light. അവിടെ പറയുന്നത് ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. Hallelujah. Hallelujah. The light of Jesus, യേശുവിന്റെ വെളിച്ചം, the life of Jesus, യേശുവിന്റെ ജീവൻ will overcome that darkness. അന്ധകാരത്തെ കീഴടക്കി Whatever darkness has been overcoming your life, നിന്റെ ജീവിതത്തെ പിടിച്ചടക്കിയിട്ടുള്ള ഏത് തരത്തിലുള്ള അന്ധകാരമാണെങ്കിലും, if it is a disease, അത് രോഗമാണെങ്കിൽ, if it is an addiction ആണെങ്കിൽ, alcoholism, മദ്യപാനമാണെങ്കിൽ, cigarette smoking habit, പുകവലിക്കുന്ന or ശീലമാണെങ്കിൽ, any other form of addictions, ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിമത്തമാണെങ്കിൽ, whatever darkness has overcome you right now, നീ ഏത് അന്ധകാരമാണോ നിന്നെ കീഴടക്കിയിരിക്കുന്നത്, today the light of Jesus is going to shine. ഇപ്പോൾ യേശുവിന്റെ വെളിച്ചം അതിന്റെ
മേൽ പ്രകാശിക്കാൻ പോകുന്നു. And that darkness is going to leave. അന്ധകാരം നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ പോകുന്നു. That darkness cannot stay. ഈ അന്ധകാരം നിന്ന് പുറത്തു പോകാൻ പോകുന്നു. Light and darkness cannot stay together. വെളിച്ചത്തിനും ഇരുളിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. It's either light or darkness. ഒന്നുകിൽ അന്ധകാരം അല്ലെങ്കിൽ വെളിച്ചം. Either light or darkness. ഒന്നില്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ അന്ധകാരം. Either life or death. ഒന്നില്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മരണം. Either disease or healing. ഒന്നുകിൽ സൗഖ്യം അല്ലെങ്കിൽ രോഗം. Either curse or blessing. ഈ അനുഗ്രഹത്തിന്റെ യാത്രയിൽ let me tell you, if that light has shined upon you, ഈ വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കാൻ പോകുന്നു. 1 centimeter of darkness cannot be remain there. നിന്റെ ജീവിതത്തിൽ ഒരു സെന്റിമീറ്ററിൽ അത്രയും അന്ധകാരം ഇരിക്കുകയില്ല. The darkness has to flee. അന്ധകാരം നിങ്ങളെ വിട്ട് ഓടിപ്പോകുക തന്നെ ചെയ്യും. One light, one brightness of that light into your life, the darkness will flee. ദൈവ വെളിച്ചത്തിന്റെ ഒരു പ്രകാശം നിന്നിലേക്ക് അടിക്കുമ്പോൾ അന്ധകാരത്തിന്റെ സകലതും നിന്നിൽ നിന്ന് ഓടിപ്പോകും. Clap your hands and worship Jesus. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ Hallelujah. Hallelujah. In the book of Acts chapter 9, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, we read about a person called Saul. ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാം. He was a persecutor of the church. അവൻ സഭയെ പീഡിപ്പിക്കുന്നവനായിരുന്നു. Highly religious fanatic. ഒത്തിരി മതഭ്രാന്തനായ ഒരു വ്യക്തി. A zealous person. ഒരു എരിവുകാരനായ വ്യക്തി. He was a terrorist. അവനൊരു ഭീകരവാദിയായിരുന്നു. He would kill the followers of Jesus. യേശുവിന്റെ പിൻഗാമികളെ അവൻ കൊന്നൊടുക്കി. He was hurting Jesus. അവൻ യേശുവിനെ പീഡിപ്പിച്ചു. And now he is on a horseback on the road to Damascus. ദമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവൻ ഒരു കുതിരപ്പുറത്ത് പോകുമ്പോൾ He is riding on a horse. അവൻ കുതിരയെ ഓടിക്കുകയാണ്. Along with the soldiers. അവനോട് കൂടെ പട്ടാളക്കാരുണ്ട്. With a sword on his side. അവന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. Ready to kill another set of believers. അടുത്ത ഒരു കൂട്ടം ആളുകളെ കൊല്ലുവാൻ പോകുന്നു. And as he is riding on that horseback, ആ ഒരു കുതിരപ്പുറത്ത് നിന്ന് അവൻ പോകുമ്പോൾ suddenly, പെട്ടെന്ന്, immediately, പെട്ടെന്ന്, suddenly, പെട്ടെന്ന്, immediately, വേഗത്തിൽ a light shone upon him. അവന്റെ മേൽ ഒരു പ്രകാശം അടിച്ചു. And he fell down. അവൻ നിലത്തേക്ക് വീണു. Fell down from his horse. അവന്റെ കുതിരപ്പുറത്ത് അവൻ താഴേക്ക് വീണു. He could not look up. അവന് മുകളിലേക്ക് നോക്കുവാൻ കഴിയുന്നില്ല. Because a light had shined upon him. അവന്റെ മേൽ ഒരു വലിയ വെളിച്ചം അടിക്കുകയാണ്. It was in the daytime. അത് ഒരു പകൽ സമയമായിരുന്നു. A light so bright in the daytime. പകൽ നമുക്കറിയാം വലിയ വെളിച്ചമായിരിക്കും. In the daytime itself the light was so bright. ആ ഒരു പകൽ ദിവസത്തിൽ വലിയൊരു വെളിച്ചം അവന്റെ മേൽ അടിച്ചു. So you can imagine how much bright that light is. അപ്പോൾ ഈ പകലിൽ അടിക്കുന്ന വെളിച്ചത്തിന് എത്രമാത്രം ശക്തി ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. Are you with me this morning? നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? And that light when it shone upon, ആ ഒരു വെളിച്ചമാണ് നിന്റെ മേൽ അടിക്കാൻ പോകുന്നത്. it changed his life. അവന്റെ ചുറ്റുമിനി It changed his life. അവന്റെ ജീവിതത്തെ അത് മാറ്റുവാനിടയായി. It transformed his life. അവന്റെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തി. And now he became an apostle. അവൻ ഇപ്പോൾ ഒരു അപ്പസ്തോലനായി മാറി. From a persecutor of the church, സഭയുടെ പീഡകൻ എന്ന നിലയിൽ he became an apostle advancing the gospel of Jesus. സുവിശേഷം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപ്പസ്തോലനായി അവൻ മാറി. From hurting Jesus, യേശുവിനെ മുറിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് he became to serve Jesus. അവൻ യേശുവിനെ ശുശ്രൂഷിക്കുന്നവനായി മാറി. What a transformation! എത്ര വലിയ രൂപാന്തരം സംഭവം. Only because of the light. ഈ വെളിച്ചത്തിലൂടെ സംഭവിച്ച ഒരു കാര്യം Let me tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ. If you feel that you need a change in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമെങ്കിൽ, if you feel that you need a transformation in your life, ഒരു രൂപാന്തരം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, a light is going to shine upon you today in this Blessing Today festival. ഈ ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവലിൽ നിങ്ങളുടെ മേലൊരു വെളിച്ചം അടിക്കാൻ പോവുകയാണ്. And that light is going to be so big. അതൊരു വലിയൊരു വെളിച്ചമായിരിക്കും. Everything around you is going to leave. All the darkness around you is going to leave. നിന്റെ ചുറ്റുപാടുമുള്ള സകല അന്ധകാരവും പോകത്തക്ക രീതിയിലുള്ള ഒരു വെളിച്ചം. And there's a good news for you. ഒരു സന്തോഷ വാർത്ത. This light is going to change you. ഈ വെളിച്ചം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വെളിച്ചമായിരിക്കും. It's going to change you. അത് നിന്നെ മാറ്റുന്ന ഒരു വെളിച്ചമാണ്. It's going to change you. അത് നിന്നെ മാറ്റാൻ പോവുകയാണ്. Brother, sister, സഹോദരി സഹോദരാ, listen to me. എന്നെ ശ്രദ്ധിക്കുക. This light ഈ പ്രകാശം is going to change you. നിന്നെ മാറ്റാൻ It's going to പോവുകയാണ്. change your life. നിന്റെ ജീവിതത്തെ മാറ്റാൻ It's going to പോവുകയാണ്. change your thinking. നിന്റെ ചിന്തകളെ മാറ്റാൻ പോകുന്നു. What you are going through now, നീ പോകുന്ന സാഹചര്യത്തെ you're മാറ്റാൻ been പോകുന്നു. crying to the Lord. നീ കരയുന്ന കാര്യം എന്താണോ? Will there be any change in my life? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ എന്ന് കരയുന്നത്. For years you've been crying. വർഷങ്ങൾ നിങ്ങൾ കരഞ്ഞു. Let me tell you, this light ഈ വെളിച്ചം is going to change it. നിന്നെ മാറ്റാൻ പോകുന്നു. It's going to change you. നിന്നെ മാറ്റാൻ പോകുന്നു. Shout hallelujah. ചെയ്തൊരു ഹല്ലേലൂയ. Amen. ആമേൻ. Let us read one more verse and close for today. ഒരു വചനഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. Isaiah chapter 60 verses 1 and 2. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വചനഭാഗങ്ങൾ. Arise,
shine, for your light has come, and the glory of God rises upon you. See, darkness covers the earth, and thick darkness is over the peoples, but the Lord rises upon you, and His glory appears over you. യെശയ്യാപ്രവചനം 60:1-2 എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. It says the whole world is covered in darkness. അവിടെ പറയുന്നത് സകല ഭൂമിയും അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. And it says thick darkness. അവിടെ പറയുന്നത് കൂരിരുട്ട് മൂടി. Everybody say thick darkness. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൂരിരുട്ട്. Thick darkness. കൂരിരുട്ട് is the peak of the darkness. അന്ധകാരത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. At that time, ആ സമയത്ത് it says, ആ വചനം പറയുന്നു, arise. എഴുന്നേറ്റ്. Everybody say arise. എല്ലാവരും പറയുക എഴുന്നേൽക്കുക. Everybody say arise. എല്ലാവരും പറയുക എഴുന്നേൽക്കുക. Shine. പ്രകാശിക്ക. Shine. പ്രകാശിക്ക. For your light has come. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. For your light has come. പ്രകാശം വന്നിരിക്കുന്നു. It does not say your light had come. പ്രകാശം വന്നിരുന്നു എന്നല്ല. It does not say your light will come. പ്രകാശം വരുമെന്നല്ല. It says the light has come. പ്രകാശം വന്നിരിക്കുന്നു എന്നത് പറയുന്നു. Light has come. പ്രകാശം വന്നിരിക്കുന്നു. For everybody listening to me. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും. For everybody who's in thick darkness. നീ കൂരിരുട്ടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ The light has come. പ്രകാശം വന്നിരിക്കുന്നു. The light has already come. പ്രകാശം വന്നു കഴിഞ്ഞു. Has already come into your life. നിന്റെ ജീവിതത്തിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞു. You do not have to look for it. നിനക്കത് മുൻപിലേക്ക് വരുമോ എന്ന് നോക്കേണ്ടതില്ല. You do not have to search for the light in the world. വെളിച്ചത്തിന് വേണ്ടി ചുറ്റുപാട് മോടി നടക്കേണ്ടതില്ല. The light has already come. വെളിച്ചം വന്നിരിക്കുന്നു. Arise. എഴുന്നേൽക്കുക. Arise. എഴുന്നേൽക്കുക. Shine. പ്രകാശിക്ക. The light has dawned upon you. പ്രകാശം നിന്റെ മേൽ അടിക്കുന്നു. And the power of thick darkness. നിന്റെ മേലുള്ള കൂരിരുട്ടിന്റെ ശക്തികൾ. The power of darkness over your life. കൂരിരുട്ടിന്റെ നിന്റെ മേലുള്ള ശക്തികൾ. The shackles of darkness. അന്ധകാരത്തിന്റെ ശക്തികൾ. The shackles, the chains of darkness. നിന്നെ പിടിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ചങ്ങലകൾ. The prison of darkness. അന്ധകാരത്തിന്റെ കാരാഗൃഹത്തിൽ നിന്ന് is going to break. നിന്നെ അത് പൊളിച്ച് തകർത്ത് It's going to be removed. അത് നിന്റെ ചുറ്റും നിന്ന് തകർത്തുകൊണ്ട് Because a light has come. നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു. I am looking at your life and I am prophesying. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. The light has come into your life. നിന്റെ ജീവിതത്തിലേക്ക് പ്രകാശം വന്നിരിക്കുന്നു. It's time to ഈ arise. സമയത്ത് എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. It's not the time to lie down. It's not the time to sit down. ഇത് കിടക്കുവാനോ ഇരിക്കുവാനോ ഉള്ള സമയമല്ല. It's not the time to sleep. ഇത് ഉറങ്ങുവാനുള്ള This is സമയമല്ല. not a dark time. ഇതൊരു അന്ധകാര സമയമല്ല. This is not the time of night. ഇത് രാത്രി സമയമല്ല. It's the time of light. ഇത് പ്രകാശത്തിന്റെ സമയം. A day has come. പകൽ വന്നിരിക്കുന്നു. A day has come. പകൽ വന്നിരിക്കുന്നു. The night is over. രാത്രി കഴിഞ്ഞുപോയി. The morning has come. വിലാപം കഴിഞ്ഞുപോയി. The night has over. പ്രകാശം അതിനെ കീഴടക്കുന്നു. The daylight has come. പകൽ വെളിച്ചം വന്നിരിക്കുന്നു. And so today the light is going to shine upon you. ഇന്ന് പ്രകാശം നിന്റെ മേൽ പ്രകാശിക്കുകയാണ്. Every person sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും. Regardless how many years you've known the Lord. എത്ര വർഷമായി നീ ദൈവത്തെ അറിഞ്ഞു എന്നത് കണക്കാക്കിയല്ല. The light has come to your life. വെളിച്ചം നിന്റെ മേൽ പ്രകാശിക്കുന്നു. And the darkness has left you. അന്ധകാരം നിന്നെ വിട്ടുപോകുന്നു. The spirits of darkness have left you. അന്ധകാരത്തിന്റെ ശക്തികൾ നിന്നെ വിട്ടു പോവുകയാണ്. The light has come. വെളിച്ചം വന്നിരിക്കുന്നു. The light of the world has come. ലോക വെളിച്ചം നിന്നിലേക്ക് വന്നിരിക്കുന്നു. And Jesus says, യേശു ഇങ്ങനെ പറഞ്ഞു, you are the light of the world. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. I have given you the light. ഞാൻ നിങ്ങൾക്ക് വെളിച്ചം നൽകി. Now you become the carrier of the light. നിങ്ങൾ ഇപ്പോൾ വെളിച്ചം വഹിക്കുന്നവരാണ്. Now you go into the world. നിങ്ങൾ ലോകത്തിലേക്ക് പോകുമ്പോൾ You go into the world which is covered with thick darkness. ഈ കൂരിരുട്ട് കൊണ്ട് നിറഞ്ഞ ലോകത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ Now you are going to shine. നിങ്ങൾ പ്രകാശിക്കാൻ പോകുന്നു. You are going to be a walking street light. നിങ്ങൾ ഒരു നടക്കുന്ന പ്രകാശമായി മാറാൻ You are going പോകുന്നു. to be a walking tube light. നിങ്ങൾ നടക്കുന്ന ഒരു ട്യൂബ് ലൈറ്റ് You are going to be a പോലെയാകുന്നു. walking star. നിങ്ങൾ ഒരു നടക്കുന്ന നക്ഷത്രമായി You are going to be a മാറുന്നു. walking sun. നിങ്ങൾ ഒരു നടക്കുന്ന സൂര്യനായി തീരാൻ Because പോകുന്നു. everywhere you go, ഇനി എവിടെ പോയാലും a light is going to come. വെളിച്ചം നിന്നിലൂടെ വരും. If the light has come inside you, നിന്റെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ the light is going to shine through you. നിന്നിലൂടെ ആ വെളിച്ചം പ്രകാശിക്കാൻ പോകുന്നു. Somebody shout hallelujah. ചേർന്ന് ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ ലോകം
എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ്. ബ്രദർ, ഇത് വത്സമ്മ മാത്യു. ഓക്കെ. താനിപ്പോൾ കുവൈറ്റിൽ നിന്നാണ് വന്നത്. തൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പറയുന്ന സാക്ഷ്യം, തൻ്റെ മകന് 3.5 വയസ്സ് മുതൽ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏകദേശം 14 വയസ്സ് വരെ ഈ ആസ്മയുടെ പ്രോബ്ലം ആയിരുന്നു. തനിക്ക് എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ പറ്റില്ല, അത് പലതരത്തിലുള്ള അലർജികളും ഇതിനോടൊപ്പം വന്നു. അതിനിടയ്ക്ക് താൻ ഈ പ്രാർത്ഥനാ വിഷയം വെച്ചിട്ട് താൻ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ഓക്കെ. അതിന് ആ എപ്പിസോഡ് വന്നു. അതിനുശേഷം പറയുന്നത്, ഒരു ദിവസം ഇതുപോലെ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡാമിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആസ്മയുടെ പ്രോബ്ലം ആയിരിക്കുന്ന പല വ്യക്തികളെയും ഇന്ന് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആൻറ്റി ചെയ്ത്, അത് എൻ്റെ മകനെ കുറിച്ചാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ് അത് ആൻറ്റി ഏറ്റെടുത്തു. അതിനുശേഷം ഈ നിമിഷം വരെ, ഇന്ന് മകൻ +2-നാണ് ചേർന്നിരിക്കുന്നത്. തൻ്റെ മകൻ്റെ ആ 3.5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല എന്നാണ് ആൻറ്റി പറയുന്നത്. ഇത് സൗഖ്യം ലഭിക്കുന്നത് കുവൈറ്റിൽ വെച്ചാണോ അതോ? കുവൈറ്റിലാണ് കുട്ടികൾ പഠിക്കുന്നത് അവിടെ. ഓക്കെ. അവിടെ വെച്ചാണ് ഈ സൗഖ്യം ലഭിച്ചത്. അപ്പോൾ എത്ര വർഷം ഇപ്പോൾ സൗഖ്യം ലഭിച്ചിട്ട് എത്ര നാളായി? ഞാൻ 2014 തൊട്ടായി പ്രോഗ്രാം കാണാൻ തുടങ്ങി, കുവൈറ്റിലിരുന്നോണ്ട്. ഓക്കെ. 2014 ആ സമയത്താണ് ഈ സൗഖ്യം ലഭിച്ചത്. 2014. അപ്പോൾ ഇപ്പോൾ 2019 ഇത്രയും വർഷങ്ങളിൽ പിന്നീട് ആ രോഗം വന്നിട്ട്, ആസ്മ രോഗം വന്നിട്ട് ഇന്നും ഇതിവിടെ ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇനി തിരിച്ചു വരാത്ത രീതിയിൽ ചില രോഗങ്ങൾ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നും പോകുന്ന ദിവസമാണ്. ആൻറ്റി 2014 ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങിയത്. അന്ന് താൻ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു പ്രയർ ഡയറി അങ്ങോട്ട് വരുത്തിച്ചു. അതിനുശേഷം തൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് അയച്ചിരുന്നു. ഓക്കെ. അത് അയച്ചതിന് ശേഷം അവിടുത്തെ ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, കാണാനില്ല എന്നെല്ലാം പറഞ്ഞു. പുതിയത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു. ആ സമയത്ത് ആൻറ്റി ഇത് പ്രാർത്ഥനാ ഡയറിയിൽ ഈ പ്രാർത്ഥന വിഷയം എഴുതി വെച്ചു. കൂടാതെ പ്രയർ കോൾ സെൻ്ററിലോട്ട് വിളിക്കുകയും ചെയ്തു. അതിന് ഇടയ്ക്കാണ് ഇതുപോലെ ഒരു ദിവസം ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ ക്ഷമ സിസ്റ്റർ ഇതുപോലെ പ്രാർത്ഥിക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സഹോദരിക്ക് സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് ലഭിക്കാൻ പോവുകയാണെന്ന്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഏജന്റ് വിളിച്ചു പറഞ്ഞു, അത് നഷ്ടപ്പെട്ടിട്ടില്ല, തനിക്ക് അത് തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞൊരു മറുപടി. കാണാതെ പോയതിന് കണ്ടെത്തി. അന്നും ആന്റി ഇതുപോലെ നന്ദി സൂചകമായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ആന്റി പറയുന്നത് ഏകദേശം 3-4 എപ്പിസോഡുകൾ താൻ സ്പോൺസർ ചെയ്തു. ലിയയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ താൻ അംഗമാണ്. ഇന്നിവിടെ ഒരു സ്പോൺസറാണ് ആന്റി. ഓക്കെ, ഗ്രേറ്റ്. മാത്രമല്ല തൻ്റെ മകന് +2-ന് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹം ആന്റിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി താൻ പ്രയർ ഡയറിൽ എഴുതി വെച്ചു. ആന്റി പറയുന്നത് 85% മാർക്കോട് കൂടി തൻ്റെ മകൻ പാസ്സായി എന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ ആന്റി കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് തൻ്റെ മകനെ ഇവിടെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. 24-ാം തീയതി ആന്റി തിരിച്ചു പോകും. ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കൂടി ആന്റി പറഞ്ഞിട്ടുണ്ട്. കൈനീട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ മകളെ ഇത്രത്തോളം 2014 മുതൽ ദൈവം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചെയ്ത എല്ലാറ്റിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവിക ശുശ്രൂഷയിലും ഈ സഹോദരി പങ്കാളിയായി തീർന്നല്ലോ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ നാമത്തിൽ നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല അഡ്മിഷൻ കൊടുക്കണമേ. തൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ നിൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയായി മാറിയത് നിമിത്തമുള്ള നന്മകളും അനുഗ്രഹങ്ങളും കുടുംബം മുഴുവൻ വന്ന് നിറയട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹോദരിയോട് ഇങ്ങനെ പറയുന്നു, അനേകർക്കൊരു വെളിച്ചമായി ഞാൻ നിന്നെ മാറ്റുകയാണ്.
എന്ന് വെച്ചാൽ നിന്റെ ചുറ്റിലുമുള്ള അനേകർക്ക് ഒരു പ്രകാശമായി നീ മാറുകയാണ്. ഇരുളിലിരിക്കുന്നവർക്ക് ഒരു പ്രകാശം, അവർക്ക് വേണ്ട ചില ആലോചനകൾ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവിക വഴികളിൽ ചിലരെ നടത്തുവാനും ദൈവം നിനക്കൊരു കൃപ തന്നിട്ടുണ്ട്, ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. കർത്താവ് കൂടുതൽ ശുശ്രൂഷകളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകളടച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം, ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ദൈവം അങ്ങ് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ അങ്ങേക്കുള്ള പദ്ധതി എന്തെന്ന് ഇവർ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതുപോലെ ശരീരത്തിൽ ത്വക്ക് രോഗം ഉള്ള ചില രോഗികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം ഈ നിമിഷം ശരീരങ്ങളിലേക്ക് വരികയാണ്. ആസ്മയുടെ പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യമാവുകയാണ്. മുഴകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. വിശ്വസിക്കാൻ തുടങ്ങിയാലും ശരീരത്തിലെ മുഴകൾ ഇപ്പോൾ മാറിപ്പോവുകയാണ്. അത്ഭുതകരമായ വിധത്തിൽ മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. അതുപോലെ സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാവുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങിയാണ്. അത്ഭുതങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കാനായി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് ഞങ്ങൾക്ക് അറിയാനായിട്ട് വളരെ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ ഒക്കെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ചറിയിക്കണമെന്ന്, പ്രത്യേകിച്ച് എഴുതി അറിയിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. കടന്നു വരണം, അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ഈ വ്യാഴാഴ്ച രാവിലെ മിറക്കിൾ സർവീസ് എന്ന പേരിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ഇൻ്റർനാഷണൽ ചേർച്ച് വെച്ചിട്ട് പ്രത്യേകമായ മീറ്റിംഗ് രാവിലെ 10 മണിക്കുണ്ട്. നെഹമായാണെന്ന് ഈ ആഴ്ചയിൽ ദൈവവചനം സംസാരിക്കുന്നത്. കടന്നു വരണം. കാരണം അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ അധികമായിട്ട് പകരാനായിട്ട് പോവുകയാണ്. പ്രെയർ കോൾ സെൻ്റർ നമ്പർ മറക്കരുത്. 0484422111 നമ്പറിലേക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഇപ്പോൾ തന്നെ വിളിച്ചറിയിക്കുക. നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. നാളത്തെ എപ്പിസോഡോട് നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ഹരിപ്പാട് ഒക്ടോബർ 11 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. റോള ഓഡിറ്റോറിയം, തെക്കേനട, ഹരിപ്പാട്.